ഹായ് ഓൾ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഐറ്റം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കാം. എന്നാൽ നമുക്കൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ 5 മുട്ടയാണ് എടുക്കുന്നത്. മുട്ടയുടെ അളവിനനുസരിച്ചായിരിക്കും ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലോണം ഇളക്കി ഒട്ടും തരികളില്ലാതെ തന്നെ മെൽറ്റാക്കി എടുക്കണം. നമുക്കിത് മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് മുട്ടയുടെ പച്ചമണം മാറാൻ വേണ്ടിയും അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഞാൻ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ 3.5 കപ്പ് മൈദ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചായി ഇട്ട് കൊടുത്ത് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. മുട്ടയുടെ അളവിനനുസരിച്ച് മൈദയുടെ അളവിലും കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ ഡാൽഡ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. കുഴക്കുന്ന സമയത്ത് കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അതിനനുസരിച്ചിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ശേഷം ഇങ്ങനെ നീളത്തിൽ ഉരുളകളാക്കി നടുവിൽ കൂടി ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മുടെ വെട്ട് കേക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുമ്പോൾ കേക്ക് ഹാർഡായി പോവും. ഇത് പെട്ടെന്ന് തന്നെ കളറെല്ലാം ചേഞ്ചായി നല്ലോണം പൊങ്ങി വരും. ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു ഐറ്റം നമുക്ക് 1 മാസം വരെയൊക്കെ കേടുകൂടാതെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്സ് കൂടിയാണിത്. 5 മുട്ടക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.